പിണറായിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ പരിശോധനയിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചെന്ന് ഇഡി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്താൻ സമൻസ് നൽകുന്നതിൽ ഇന്ന് തീരുമാനം. വീണയുടെ വിദേശ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവിലേക്ക് ഒരിക്കൽ കൂടി. രേഷ്മ, വീണയെ വീണ്ടും ചോദ്യം മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഇഡി. ഇന്ന് സമൻസ് നൽകുന്നതിൽ തീരുമാനമുണ്ടാകുമെന്ന് അറിയുന്നു. എപ്പോഴേക്കും നമുക്കൊരു തീരുമാനം പ്രതീക്ഷിക്കാം? ഒപ്പം തന്നെ എങ്ങനെയാണ് അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നത്? രാഖി അശ്വതി, മാസപ്പടി ഇടപാടിൽ വീണയെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കാകും ഇഡി കടക്കുക. സമൻസ് നൽകുന്ന കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകും. നിർണായകമായിട്ടുള്ള തെളിവുകൾ വീണയ്ക്കെതിരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അതായത് വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തക്ക തെളിവുകൾ ലഭിച്ചു. ആ നിർണായക തെളിവുകളുടെയും രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണയ്ക്ക് സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക. മാത്രവുമല്ല, നേരത്തെ വീണയുടെ ബാങ്ക് അക്കൗണ്ട് ഏകദേശം 1.5 ലക്ഷം രൂപയുടെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അടങ്ങിയ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം ഈ 12 ഇടങ്ങളിൽ നടന്ന റെയ്ഡിൽ 243 അക്കൗണ്ടുകളിൽ നിന്ന് ഒരു 18.3 കോടി രൂപയുടെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിട്ടുള്ളത്. അതിൽ വീണയുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഇഡി കടന്നിട്ടുണ്ട്. നമുക്കറിയാം, 2019 വീണ ക്ലോസ് ചെയ്ത ഒരു വിദേശ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള ആ അക്കൗണ്ട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുന്നുണ്ട്. നേരത്തെ ഈ വിഷയം വലിയ രീതിയിൽ കത്തി നിന്ന ഘട്ടത്തിൽ ഷോൺ ജോർജ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് ചില ഇടപാടുകൾ നടന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ലാവ്ലിനും അതോടൊപ്പം തന്നെ PWC ഉൾപ്പെടെയുള്ള ചില കമ്പനികളിൽ നിന്ന് വീണയുടെ വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം എത്തി എന്നുള്ളതായിരുന്നു നേരത്തെ ഷോൺ ജോർജ് ഉന്നയിച്ച ആക്ഷേപം. ഈ 2019 വീണ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്തത്. ആ അക്കൗണ്ടിൽ ആരൊക്കെയാണ് ആ കാലഘട്ടത്തിൽ പണം നൽകിയിട്ടുള്ളത്, ഏത് വിധത്തിലുള്ള പണമാണ് എത്തിയത്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇഡി അന്വേഷണം നടത്താനിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ CMRL മാസപ്പടി കുറിപ്പടിയുണ്ട്, അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും ഇഡി കടക്കുന്നുണ്ട്. അതായത് ഈ കുറിപ്പടിയിൽ, ഈ ഡയറിയിൽ ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉണ്ടായിരുന്നു. അന്ന് പുറത്തു വന്ന വിവരപ്രകാരം PV, RC, OC തുടങ്ങിയ പേരുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ PV എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്നുള്ള ഒരു ആരോപണവും ഉയർന്നിരുന്നു. എന്തായാലും ആ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ അടങ്ങിയ ഡയറി കുറിപ്പിലും അല്ലെങ്കിൽ ഡയറിയിലേക്കുള്ള അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുന്നുണ്ട്. അത് UDF നേതാക്കളിലേക്കും കൂടി എത്തി നിൽക്കുമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ലഭ്യമാക്കുന്ന വിവരം. എന്തായാലും അത്തരത്തിൽ വിപുലമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുന്നുണ്ട്. മാത്രവുമല്ല, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വാർത്ത കൂടിയുണ്ട്. CMRL ഈ ഒരു ഇഡിയുടെ അന്വേഷണം തടയിടാൻ വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് CMRLന് വലിയ കനത്ത തിരിച്ചടി ഉണ്ടായിരുന്നു. ആ തിരിച്ചടിയുടെ അടിസ്ഥാനത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇഡിയുടെ അന്വേഷണം തുടരാമെന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇഡി തൊട്ട് പിറ്റേന്ന് കേരളത്തിലെ വിവിധയിടങ്ങളിൽ പിണറായി വിജയന്റെ വീട്ടിൽ അതോടൊപ്പം തന്നെ പിണറായി വിജയനെയും വീണയൊക്കെ തന്നെ ചോദ്യം ചെയ്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഇനിയുള്ളത് CMRL ഈ ഒരു അന്വേഷണത്തെ തടയിടാൻ വേണ്ടിയിട്ട് അപ്പീൽ നൽകുന്നു എന്നുള്ളതാണ്. ഉടൻ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിക്കൊണ്ട് ഈ നിലവിലെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം CMRL കമ്പനി ഉന്നയിക്കും. എന്തായാലും സിംഗിൾ ബെഞ്ച് നേരത്തെ അക്കാര്യത്തിൽ ഇടപെടാൻ സാധ്യത അല്ലെങ്കിൽ ഇടപെടാനായിട്ട് തയ്യാറായിരുന്നില്ല. പക്ഷേ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഈ ഒരു അന്വേഷണം തെറ്റാണ്, നിയമവിരുദ്ധമാണ്, അതുമാത്രമല്ല സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് മരവിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യമായിരിക്കും CMRL ഉന്നയിക്കുക. വീണയ്ക്ക് എന്തായാലും സമൻസ് നൽകുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ആ സമൻസ് എന്ന് നൽകണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നുണ്ടാകും. എന്തായാലും ആ ഡേറ്റ് സംബന്ധിച്ചുള്ള കാര്യത്തിലായിരിക്കും ഇനി ഒരു വ്യക്തത വരാനായിട്ടുള്ളത്. എല്ലാവിധ തെളിവുകളും ഇഡി പ്രാഥമികമായിട്ട് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വീണയുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച്, പണമിടപാടുകൾ കേന്ദ്രീകരിച്ച് ആ പണത്തിന്റെ ഉറവിടം കണ്ടെത്താനായിട്ട് വീണയെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യണം. നേരത്തെ വീണയുടെ ഫോൺ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതും ഏറ്റവും കൂടുതൽ ഈ കേസിൽ നിർണായക തെളിവാകുന്ന ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവ് തന്നെയാണ്. എന്തായാലും വീണയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിശദാംശങ്ങളും തെളിവുകളും ഈ മാസപ്പടി ഇടപാടിൽ ലഭിക്കുമെന്നുള്ളതാണ് ഇഡി അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. രാഖി.
ശരി രേഷ്മ, വളരെ നിർണായകമായ ഒരു അപ്ഡേറ്റ് ആണ് ഇഡിക്കെതിരായ വധശ്രമ കേസിൽ. ഒപ്പം തന്നെ വീണയെ അതെ വീണയ്ക്ക് കുരുക്ക് മുറുകുന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.